ധന്യമുള്ള നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Greetings in the name of the Lord Jesus Christ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. I thank the Lord for this blessed time. കടന്നു എല്ലാവരെയും ഓർത്ത് കർത്താവിനെ മഹത്വം കരയറ്റുന്നു. I give thanks to the Lord for everyone who is with us today. അല്പസമയം ദൈവവചന ധ്യാനത്തിനായിട്ട് For a short-term meditation of the Word of God. 102-ാം സങ്കീർത്തനത്തിന്റെ Let's turn our attention to Psalms 102, അതിന്റെ 7-ാമത്തെ വാക്യം. especially the 7th verse. 102-ാം സങ്കീർത്തനം അതിന്റെ 7-ാം വാക്യം. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. God's name be blessed. ഇവിടെ സങ്കീർത്തനക്കാരൻ തന്റെ അനുഭവത്തിൽ In the experience of the psalmist here, ഒരു കുരുകിലിനോടുള്ള ബന്ധത്തിൽ ഒരു ചിന്ത ഓർപ്പിക്കുകയാണ്. he is commending himself to a lonely sparrow on the housetop. കുരുകിലിനെ കുറിച്ച് ഒത്തിരി ചിന്തകൾ ദൈവവചനത്തിലുണ്ട്. There are many instances when the sparrow is mentioned. അതെല്ലാം നമുക്കിപ്പോൾ ചിന്തിക്കാനുള്ള സമയമല്ല. We don't have the time to go through each of them. ഒന്ന് രണ്ട് ചിന്തകൾ മാത്രം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. But I'd like to take a couple of them. ഇവിടെ പറയുന്ന ആ വാക്യത്തില് In the verse that's mentioned here today, ഒരു പ്രത്യേകത എടുത്തു പറയുന്നു. there's a speciality mentioned. പ്രത്യേകത നിങ്ങൾ ഒരുപക്ഷെ വായിച്ചപ്പോൾ മനസ്സിലാക്കി കാണും. You may have seen it when you read it. ബൈബിളിലോ എടുത്താൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. The kids who took it may have seen it. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. We see what's written there. അത് ഇങ്ങനെ തനിച്ചിരിക്കുന്നതാണ്. It's a lonely sparrow. അത് ഒറ്റയ്ക്കായിരിക്കുന്നു എന്നാണ് അതിനെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ പറയുന്നത്. The psalmist says it's lonely. കുരുകിൽ എപ്പോഴും തനിച്ചിരിക്കുന്നത് പോലെ ആണ് ബൈബിളിൽ കാണാൻ കഴിയുന്നത്. We see lonely sparrows many times throughout the Bible. 84-ാം സങ്കീർത്തനത്തിലും സുപരിതമായ ഒരു വാക്യം കുരുകിലിനോടുള്ള ബന്ധത്തിലുണ്ട്. In the 84 Psalms, it's a favorite. അവിടെ പറയുന്നത് തിരുനിവാസം എത്ര മനോഹരം. How wonderful is your dwelling place. എന്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. And my heart are set on your pilgrimage. ഞാൻ വീടിന് അടുത്ത വാക്യം കുരുകിലൊരു വീടും. ഇവിടെ സങ്കീർത്തനക്കാരൻ ഓരോരുത്തന്മാർ പാടുകയാണ് കുരുകിൽ ഒരു വീട് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. We read here that even the sparrow has found a home. ഞാൻ ആ സങ്കീർത്തനത്തിന്റെ അലങ്കാര വ്യാഖ്യാനം നോക്കുമ്പോൾ When I look into the interpretation of this psalm, അത് വേറെങ്ങും അതിന് വീട് വെക്കാൻ സ്ഥലമില്ല. it didn't have any other place to build a home necessarily. അതുകൊണ്ട് വീട് വെച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ആലയത്തിന്റെ അകത്തുനിന്ന് മാത്രമല്ല. It's not only that it has placed its house near the altar. എവിടെങ്കിലും ഒന്ന് കൂട് വെച്ചാൽ പോരാ എന്നുള്ളതല്ല. It just didn't want to build a house randomly. അത് പ്രധാന യാഗപീഠത്തെ കയറി കൂട് വെച്ചിരിക്കുക. It has built a nest next to the altar. അതിനോട് വളരെ ചിന്തയുണ്ടായി. And it made me think. യാഗപീഠത്തെങ്കിൽ ഒരു പല അനുഭവങ്ങളുള്ള സ്ഥലമാണ് യാഗപീഠം. Altar is a place where a lot of things happen. യാഗപീഠത്തെങ്കിൽ പ്രാകാരത്തിൽ യാഗപീഠത്തിലൊക്കെ വരുമ്പോൾ വളരെ വ്യത്യസ്തങ്ങളാണ് അനുഭവങ്ങൾ ഇവിടെ കാണാൻ കഴിയും. There are a multitude of experiences that you may face in the altar. ഇതൊന്നും അതിനൊരു വിഷയമല്ല. But it didn't care about what happens. വീട് കൊണ്ട് ആ കുരുകിൽ ആ യാഗപീഠങ്ങളിൽ തന്നെ വെച്ചിരിക്കുക. But it built its house next to the altar. അതിന് മനസ്സിലായ ഒരു സന്തോഷം. It understood one truth and had ഒരു സമാധാനം. It found its peace there. ഒരു ദൈവിക നിറം എന്തോ അതിന് ആ ആലയത്തിൽ നിന്ന് കിട്ടുന്നു. It's filled with God's presence. Finally understood it should be. കുരുകിലാണെങ്കിലും അതിന് വേറെ എവിടെ കൊണ്ടുവച്ചാലും അത്രയും ഒരു പീസ്ഫുൾ ഒരു സമാധാനം ഒരു പക്ഷേ കിട്ടാത്തോണ്ടായിരിക്കാം ഈ ആലയത്തിന്റെ കോണിൽ കൊണ്ടുവച്ചത്. The bird understood if it built a house somewhere else, it may not see the peace that it sees where it's built now. ഇതുപോലെ ഓരോരുത്തന്മാർ പറയാണ് എന്റെ ഹൃദയവും അതുപോലെ ആകാൻ ആഗ്രഹിക്കുന്നു. And the writers here say, like that, my heart is there. ദൈവസന്നിധിയോട് അടുത്ത് വരാൻ അത് ആഗ്രഹിക്കുക. To come near to the presence of the Lord. അത് തനിച്ചിരിക്കുക. It's alone right now. നമ്മുടെ ആത്മീയ ജീവിതത്തിലൊക്കെ നമ്മൾ ചിലപ്പം ഒറ്റപ്പെട്ടിരിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. In our spiritual life, we may have a time of loneliness. എന്നാൽ അവിടെയൊക്കെ നമ്മെ ബലപ്പെടുത്തുന്ന, നമ്മെ നിർത്തുന്ന, നമ്മെ ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. But there is a God who amongst our loneliness comes and comforts us. അങ്ങനെയുള്ള അനുഭവങ്ങൾ നമുക്ക് ജീവിതയാത്ര ഉണ്ടാകാറുണ്ട്. And we have many experiences like that. നമ്മളെല്ലാവരിൽ നിന്നും ഒറ്റപ്പെടുന്ന ഒരു അനുഭവമുണ്ട്. There are times when you feel alone. അങ്ങനെയുള്ള അനുഭവം വരുമ്പോൾ കർത്താവ് പറഞ്ഞു ഞാൻ എല്ലാ നാളും നിങ്ങളോട് കൂടെ. But that's when Jesus says, I'm always with you. അനേക വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ ഈ കുരുകിലിനെ പോലെ തനിച്ചിരിക്കുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. In the life of many saints, we see this experience of a lonely sparrow. എന്നാൽ അവരൊക്കെ ദൈവസന്നിധിയിൽ
ദൈവത്തിന്റെ അടുത്തപ്പോൾ ആ ഏകാന്തത അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറി. But when they came near to God, the loneliness became a blessing. വിശുദ്ധ തിരുവെഴുത്തിൽ അനേകർക്ക് പല സന്ദർഭങ്ങളിൽ ഒറ്റപ്പെട്ടിരിക്കേണ്ടി വന്നു. There was times many people in the Word of God had to be lonely. ദൈവത്തിനോടൊക്കെ ദൈവം അവർക്ക് ജയം നൽകിയ ദൈവമാണ്. But wherever that happened, God made them victorious at the end. പൗലോസ് വളരെ മിനിസ്റ്റർ ചെയ്തു പോയ വ്യക്തിയായി. Paul is someone who ministered throughout. തന്റെ ജീവിതത്തിൽ ദമസ്കോസ് കർത്താവിനെ കണ്ട് യാത്ര ചെയ്തതാണ്. He's the one who saw Jesus on the road to Damascus. താൻ അപ്പോസ്തല പ്രവൃത്തി 20 പറയുന്നുണ്ട്. In Acts 20 he says, ഞാൻ അവിടെ താൻ വളരെ സ്തോത്രം കഷ്ടങ്ങളിലും കടലിലൂടെ പോയ കാലങ്ങൾ തന്റെ ജീവിതത്തിൽ ഉണ്ടായി. There was a time when he struggled and he was in tears. അവിടെയൊക്കെ താൻ പറയുന്നത് വളരെ താഴ്മയോടും കടലിലോടും കൂടെ ഞാൻ ആയിരുന്നതാണ്. He says, I was very humble and I was in tears. ഒറ്റപ്പെട്ടു പോയ മിനിസ്ട്രിയിൽ ഒറ്റപ്പെട്ടു പോയ അനുഭവങ്ങൾ തന്റെ ജീവിതത്തിൽ ഉണ്ടായി. In his ministry there was time he was alone. അതാണ് പറയുന്നത് ആസ്യയിൽ വന്ന ഒന്നാം നാൾ മുതൽ വളരെ കണ്ണുനീരോടും താഴ്മയോടും കൂടെ ആയി. He says, when I was in Asa I was very tired and was very lonely. അനേക യഹൂദ മതാനുസാരികളാൽ തനിക്കുണ്ടായ അനുഭവങ്ങളൊക്കെ താൻ പറയുന്നു. He had difficulties when he was preaching the word of God to the Jews there. അവിടെയൊക്കെ താൻ കണ്ണുനീരോടും താഴ്മയോടും കൂടെ ആയി. But he was humble and he was with a cheerful heart. നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല മാതൃകയാണ്. And that is a good example to have. അവിടെയൊക്കെ താൻ പ്രാർത്ഥിച്ചു. But in those circumstances he started praying. പൗലോസിനോട് ദൈവം സംസാരിക്കുന്നുണ്ട്. And God speaks to Paul. കഷ്ടങ്ങളും പ്രതികൂലങ്ങളൊക്കെ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല. You will have trials and struggles. ഒറ്റപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകില്ല. You will have time when you feel alone. ഞാൻ നിന്നോട് കൂടെ ഇരിക്കുന്നു. But I'm always with you through those midst. ഒരു സൈഡിൽ കഷ്ടത നിൽക്കുമ്പോൾ, when there is trials on one side, ഒരു സൈഡിൽ പ്രതികൂലം നിൽക്കുമ്പോൾ, when there's temptations on the other side, മറുഭാഗത്ത് നിറപടിയായ ശുശ്രൂഷ ദൈവം നിറവേറ്റും. But on the other side of the coin, God always makes sure the ministry succeeds. കഷ്ടങ്ങൾ നമ്മളെ തളർത്തിക്കളയാനല്ല. The trials are not there to disappoint you or dishearten you. ചില പ്രതികൂലങ്ങൾ നമ്മളെ ഇല്ലായ്മപ്പെടുത്തി കളയാനല്ല. The struggles is not to make you disappear, അവിടെ നമ്മളെ നിർത്തിയെടുക്കുന്ന ഒരു ദൈവം, but to make you steadfast. എത്ര പേർക്ക് സന്തോഷമാണ്. How many of you are happy in that? നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന ചില കഷ്ടങ്ങൾ, When the struggles that has happened in your life, ഏറിയ അനുഭവങ്ങൾ, in multitude of experiences. പൗലോസൊക്കെ പറയുന്ന അനുഭവം എന്ന് പറയുന്നത്, Paul has said many things and he പോലും നഷ്ടമുണ്ടാകുമെന്ന് ഞാൻ ചിന്തിച്ചെന്നൊക്കെ പറയുന്നു. He says, I thought we lost our lives. എന്നാൽ അവൻ സ്തോത്രം ശുശ്രൂഷയുടെ കാലങ്ങളിൽ ദൈവം തന്നെ പരിപാലിച്ചു. But God kept him safe in the time of the ministry. അതുകൊണ്ടാണ് പൗലോസ് ഇങ്ങനെ പറയുന്നത്. And that's why Paul says, ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. that I don't count my life as something ഞാൻ great. എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. I don't count my life as something great. എൻ്റെ ഓട്ടവും ദൈവവും എൻ്റെ അധ്വാനവും, My work, എൻ്റെ ഓട്ടവും എൻ്റെ അധ്വാനവും, my race and my work, ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കേണ്ടത്, and that's so that I may be a testimony to the grace of God has given me. യേശുക്രിസ്തു തന്ന ശുശ്രൂഷ ചെയ്യണമെന്നേ എനിക്കുള്ളൂ. My only desire is that I do what Christ has bestowed upon me. ഒരു ഭാഗത്ത് ശക്തമായ ശുശ്രൂഷ വരുമ്പോൾ, And there is a great multitude of ministerial success happening. മറുഭാഗത്ത് യഹൂദന്മാർ വളരെ ശക്തിയോടെ വന്നു. On the other side, he's facing a great opposition of the Jews. എപ്പോഴൊക്കെ ശക്തിയോടെ വന്നു അപ്പോഴൊക്കെ തന്റെ മേൽ കൃപ വ്യാപരിക്കും. But whenever there was an opposition, he always had the guiding of the Spirit. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലം ഏറി വരുന്നത് ഒരു കൃപ വ്യാപരിക്കും. When there is a higher opposition, there is always a higher strength from the Spirit. പ്രതികൂലങ്ങളിൽ തളർത്തുന്നവനല്ല, പ്രതികൂലങ്ങളിൽ വളർത്തുന്നവനാണ്. God doesn't leave you in trial, but He strengthens you through trial. പ്രതികൂലങ്ങളിൽ നമ്മെ ഇല്ലായ്മപ്പെടുത്തില്ല, പ്രതികൂലങ്ങളിൽ നമ്മെ നിർത്തിയെടുക്കുന്നതാണ്. The trial is not to disappoint you, but to make you grow. അതുകൊണ്ട് നമുക്ക് മീതെ പരീക്ഷ വരികയില്ല. You may not have a trial that will be above you. പരീക്ഷകളിൽ ജയം തന്ന ദൈവമാണ്. A trial will always be something you can ഒരു manage. ജയാളി നമ്മുടെ മുമ്പിൽ പോവുകയാണ്. A victorious person goes before us. ആ ജയാളി ക്രൂശിലെ ജയാളിയാണ്. And He is victorious from the cross. ആ കർത്താവ് നമുക്ക് സകലത്തിനും ജയം തരുന്ന ദൈവമാണ്. And He is someone who gives us victory on everything. എബ്രായലേഖനത്തിൽ ഇങ്ങനെയാണ് പൗലോസ് ഓർപ്പിക്കുന്നത്. We read in Hebrews, മരണഭീതിയുടെ അടിമകളിലായിരുന്നവരെ ഒക്കെ അതിൽ നിന്ന് വിടിച്ചെന്ന്. even people who were struggling even with death, God raised them. എബ്രായലേഖനം 2-ാം അവസാന വാക്യം, മരണത്തിന്റെ ഭീതിയുടെ അടിമത്വത്തിൽ കഴിഞ്ഞ നാളുകളിൽ നിന്നാണ് ദൈവം വിടുവിച്ചെന്നാണ് എബ്രായ വിശ്വാസത്തെ കുറിച്ച് പറയുന്നത്. We read in Hebrews 2 that God saved them from even though they were going through the valley of death. അങ്ങനെയുള്ള അനുഭവങ്ങളിൽ നിന്നെല്ലാം വിടുവിച്ച ദൈവമക്കൾക്ക് എത്ര സന്തോഷമാണ്. How many of you are happy that you have such a God? മരണത്തിന്റെ ഭീതിയുടെ അടിമത്വത്തിൽ കഴിഞ്ഞ നാളുകളിലെല്ലാം ദൈവം ആ അടിമത്വത്തിൽ നമ്മളെ വിടുവിച്ചു. God has helped us escape the slavery towards death. വല്ലാതെ
അങ്കലാക്കപ്പെട്ട സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ And ഉണ്ടായി. there was time of tremendous fear and trouble. ഭീതി നമ്മളെ ഭരിച്ചിരുന്നു. When you were ruled by fear. എന്നാൽ ആ ക്രൂശിലെ മരണത്താൽ അത് മാറ്റി. But through the death on the cross that we were separated from that fear. നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കൈയെഴുത്തുകളെ മാറ്റി. And he removed everything that stood against us. നിനക്ക് വിരോധവും പ്രതികൂലമായിരിക്കുന്ന കൈയെഴുത്തുകളെ ദൈവം മായ്ക്കും. God erased every record that stood accusing you. ആ ദൈവത്തിന് മായ്ക്കുന്ന ഒരു സ്വഭാവമുണ്ട്. And God has a habit of erasing. നീ പ്രാർത്ഥിച്ചടുത്താൽ when you come close to God, നീ ആയിരിക്കുന്ന അനുഭവങ്ങളിൽ പ്രതികൂലമായതിനെ ദൈവം മായ്ക്കും. God has the ability to remove the trials. വിരോധമായിരിക്കുന്നതിനെ ദൈവം മായ്ക്കും. God has the ability to remove the trials. ജയം തരാൻ ദൈവം ശക്തനാണ്. God will be able to bring you a victory. ഇന്നുവരെ നീ തപ്പിത്തടയുന്ന വിഷയത്തിന്മേൽ ദൈവം നിനക്ക് ജയം തരുന്ന മാസമാണ്. God will be able to bring you the victory maybe in this month. വ്യക്തിപരമായ ജീവിതത്തിൽ നീ തപ്പിത്തടയുന്നെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പകൽ ഒരു വെളിപ്പാട് പറയുകയാണ്. In personal life, if you may be searching, അതിന്റെ ജീവിതത്തിൽ ആ തപ്പിത്തടയുന്ന അനുഭവം മാറാൻ പോകുകയാണ്. those circumstances will change. അതിന്മേൽ ഒരു ജയം ദൈവം തരുമെന്ന് എന്റെ പ്രിയത്തിൽ പറയുന്നതിൽ എനിക്ക് പ്രയോജനമുണ്ട്. God says there will be victory in those areas. എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അത് സന്തോഷമുണ്ട്? How many of you are happy to hear? സംസാരിക്കുന്ന എത്ര പേർക്ക് ഉറപ്പുണ്ട്? How many of you believe that God is ഞാൻ എന്റെ കർത്താവിന് മഹത്വം വിഷയത്തിൽ തപ്പിത്തടയുന്ന ദൈവം അതിൽ ഉറപ്പിച്ചിരുത്തുമെന്നാണ് കർത്താവ് ഓർപ്പിക്കുന്നത്. reminding me today that you may be searching, but God will allow you to be steadfast. നമുക്ക് ധാരാളം ആവശ്യങ്ങളുണ്ട്. And we have a lot of needs today. നമ്മുടെ ആവശ്യങ്ങളെ നന്നായി അറിയുന്ന ദൈവം. God is someone who knows our needs. നമ്മുടെ ആവശ്യങ്ങളെക്കാൾ അവൻ വലിയവനാണ്. He is someone who is greater than our needs. എത്ര പേർക്ക് അതിൽ വലിയ സന്തോഷമുണ്ട്? happy with it. യേശു എനിക്ക് മതിയായവനാണ്. God is someone who is എനിക്ക് amazing. ധാരാളം ആവശ്യങ്ങളുണ്ട്. I have many needs. എന്നാൽ അതിനേക്കാൾ വലിയവൻ എന്റെ കർത്താവാണ്. അങ്ങനെ ഒരു കാഴ്ചപ്പാടോട് ഇതുപോലെ എത്ര പേർക്ക് ആരാധിക്കാൻ കഴിയും? നമ്മളെ ഒറ്റയായിരിക്കുന്ന അനുഭവങ്ങളുടെ നടുവിൽ ദൈവം നമ്മോട് കൂടെയുണ്ടെന്ന് ഉറപ്പ്. ഞാനൊരു കുഴിയിലെ പോലെ തനിച്ചിരിക്കുന്നെങ്കിൽ ദൈവം എന്നെ ഒറ്റപ്പെടുത്തിയിട്ടില്ല. ദൈവം എന്നോട് കൂടെയുണ്ടെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? ലോകത്തിന്റെ ദൃഷ്ടിയിൽ കുരുവിൽ ഒരു വിലയില്ലെങ്കിലും രണ്ട് കാശിനാണ് രണ്ട് കാശിന് 5 കുരുവിൽ കർത്താവ് പറയാൻ എന്നാൽ അതിനേക്കാൾ വിശേഷതയാണ് ദൈവമക്കളെന്ന്. പക്ഷേ ലോകത്തിന് നമ്മളെ വിലയുള്ള ഒരു വരുന്ന പോലെ നമ്മുടെ നടുവിലുണ്ട്. അങ്ങനെയുള്ളവരെ ഇന്ന് മുതൽ നമ്മൾ ആരാധിക്കുന്നത്. ഇതിനെ കുറിച്ച് പ്രേഷ്യസ് വലിയ വില ദൈവം കൊടുത്തതാണ്. അത് കാൽവരി നിനക്ക് വേണ്ടി അവൻ പേ ചെയ്തു കഴിഞ്ഞു. ഇന്ന് മുതൽ നീ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നിരാശകളെല്ലാം ദൂരെ എടുത്ത് വരിക. കഴിഞ്ഞാൾ അനുഭവങ്ങളെ മാറ്റിക്കളയുക. ദൈവം ഇന്ന് പകൽ നിന്നോട് കൂടെയുണ്ട്. മുന്നോട്ട് പോകാൻ കഴിയയില്ല. പുറകോട്ട് പോകാൻ കഴിയയില്ല. ഇപ്പോൾ നിൽക്കുന്ന അനുഭവം ശരിയുമല്ല. ദൈവസന്നിധി സമർപ്പിച്ചാൽ ദൈവം ഒരു വഴി തുറക്കുമെന്ന് ഇന്ന് പകൽ ദൈവം ഒരു വെളിപ്പാട് പറയുമ്പോൾ ദൈവസന്നിധി ആമേൻ പറയാൻ കഴിയുമ്പോൾ മുന്നോട്ട് പോകുന്ന വഴി അടയുകയാണ്. അത് പുറകോട്ട് പോകാൻ കഴിയുന്നില്ല. എന്നാൽ ഇപ്പോൾ നിൽക്കുന്ന വഴി ശരിയല്ല. എന്നാൽ ദൈവസന്നിധിയിൽ സറണ്ടർ ചെയ്യാമെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി ഒരു അത്ഭുതം പ്രവർത്തിക്കുന്ന ദിവസമാണ്. ഈ വരുന്ന 5 മാസങ്ങൾക്ക് ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ പോകുകയാണ്. ആര് വന്നാലും ഒരു അത്ഭുതത്തോടെ പോകണം. പോകാനിടയാകണം. നടുവിലുണ്ട്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. തനിച്ചിരിക്കുന്നവരെയൊക്കെ ദൈവം ബലപ്പെടുത്തിയതാണ്. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? തനിച്ചിരിക്കുന്നവരുടെ തനിമ ദൈവം മാറ്റുന്ന ദൈവമാണ്. തനിച്ചിരിക്കാനല്ല ഒരു അടക്കം കുടുംബത്തിൽ തരാൻ പോകുകയാണ്. കുടുംബത്തിൽ തനിച്ച് ഒറ്റപ്പെട്ട ഏകാന്തത മാറാൻ പോകുകയാണ്. അടക്കം ദൈവം തരാൻ പോകുകയാണ്. സന്തോഷം ദൈവം തരാൻ പോകുകയാണ്. കുരുകിലൊരു വീട് കണ്ടെത്തിയെന്നാണ്. അവിടെ കുഞ്ഞുങ്ങളും വീരപക്ഷിയും ഉണ്ടെന്നാ പറയുന്നത്. എത്ര പേർക്ക് സന്തോഷിക്കാൻ കഴിയും? വീരപക്ഷിക്ക് കുഞ്ഞുങ്ങളുണ്ടെന്നാ പറയുന്നത്. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? ആ വീടിനകത്തൊരു അനക്കം ചിലർക്ക് ദൈവം തരാൻ ശക്തനാണ്. ആ പക്ഷികൾക്ക് അതിന്റെ കുഞ്ഞുങ്ങളെ നൽകിയ ദൈവം, ആ പക്ഷികൾക്ക് അതിന്റെ സന്തോഷം കൊടുത്ത ദൈവം, ആ പക്ഷികൾ വൈകുന്നേരം കടന്നു വരുമ്പോ അത് ആഹാരമായി വൈകി കടന്നു വരുമ്പോ അതിന്റെ കുഞ്ഞുങ്ങളുടെ ചുണ്ടിൽ ആഹാരം കൊടുക്കുന്നത് പോലെ
പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ നിനക്കൊരു അനക്കം ദൈവം തരാൻ ശക്തനാണ്. God is able to answer your prayers. അത്ഭുതങ്ങളുടെ ദൈവം നമുക്ക് നമ്മുടെ മധ്യത്തിൽ ജീവിക്കുന്നത്. എത്ര പേർക്ക് സന്തോഷിക്കാൻ കഴിയും? കുരുകിലെ ഓർത്ത ദൈവം നമ്മെ ഓർക്കും. ജീവൻ പക്ഷിയെ ഓർത്ത ദൈവം നമ്മെ ഓർക്കും. കഷ്ടപ്പെട്ട അനുഭവങ്ങളെ ദൈവം മാറ്റി. ദൈവാത്മാവിന്റെ വഴി ശക്തമായി ഇടപെടുക. ആ വേദനയുടെ ആഴത്തിൽ നിൽക്കുന്നവരോട് ഇതുവരെ ദൈവം സംസാരിക്കുക. ആ സവായത്തിലൊരു അനുഗ്രഹമാണ്. പാടുമ്പോൾ അനുഗ്രഹമാണ്. ആരാധനയിൽ അനുഗ്രഹമാണ്. ജീവിതത്തിന്റെ ഒറ്റപ്പെട്ട അനുഭവങ്ങൾ പറയുകയാണ്. ജീവിതം പുറത്തു പോകുമ്പോഴും അവന് ഒറ്റപ്പെട്ട അനുഭവത്തിലായിരിക്കുമ്പോ ഈ സന്തോഷം നിലനിർത്താൻ എത്രപേർക്ക് കഴിയും? അതാണ് ഇതുവരെ ഞാൻ ഓർപ്പിക്കുന്നത്. ഒരിക്കൽ ധരിച്ചിരിക്കുക. ധരിച്ചിരുന്ന അനേക ഭക്തന്മാരുണ്ട്. ഇതുവരെ ധരിച്ചിരുന്നവരെയൊക്കെ ദൈവം ബലപ്പെടുത്തി. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം. 18-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. അവിടെ ഏലിയാവ് ഒരിക്കൽ തനിച്ചിരിക്കേണ്ടി വന്നു. ഏലിയാവ് അവിടെ തനിച്ചിരിക്കേണ്ടി വന്നു. തന്റെ ജീവിതത്തിന്റെ അനുഭവത്തിന്റെ നടുവിൽ ഒരു ഒറ്റപ്പെട്ട അനുഭവം വന്നു. ദൈവത്തിന്റെ ദാസനായ ഏലിയാവ് ചില സന്ദർഭം അവൻ വലിയ അത്ഭുതങ്ങൾ ചെയ്ത വ്യക്തിയായിരുന്നു. എന്നാൽ അവിടെ ഒറ്റപ്പെടേണ്ടി വന്നു. എന്നാൽ അതിന്റെ നടുവിൽ ദൈവം അത്ഭുതം ചെയ്യും. അതൊരു വലിയ അത്ഭുതത്തിന് വേണ്ടിയായി. നമുക്ക് ദൈവജനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ആ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ ഏലിയാവിന്റെ ചരിത്രം നമുക്ക് സുപരിതമാണ്. എവിടൊക്കെ ഇരുന്നിട്ടുണ്ടോ അവിടെ എല്ലാം ദൈവം തന്നോട് കൂടെ ഉണ്ടായി. ആ കെരീത്തിൽ തന്നോട് കൂടെ ഉണ്ടായി. ആ കെരീത്തിൽ ദൈവം തന്നെ പോറ്റി. God and brook of Kerith, God made sure he was കാരണം ദൈവത്തിന് പുള്ളിയെ കൊണ്ട് ആവശ്യമുണ്ടായിരുന്നു. Because God had a use for it. ദൈവത്തിന് നിന്നെ കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ടായിരുന്നു. Because God has a use for it. ഏത് സാഹചര്യത്തിൽ നിന്നെ പോറ്റാൻ അവൻ ശക്തനാണ്. He is able to feed you in any circumstance. അവിടെ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. And we read, ഏലിയാവിന് ഭക്ഷണം കൊടുക്കാൻ രാവിലെയും വൈകുന്നേരത്തും ഒരു ആമേൻ സ്തോത്രം ഭക്ഷ്യ ദൈവം ഒരുക്കി. God made sure God gave him the food in the morning and the evening. ചില മാസങ്ങളോളം രാവിലെയും വൈകിട്ടുമാണ് ആഹാരം. God in the morning and the evening. ആ വേദഭാഗം വായിച്ചാൽ ഇങ്ങനെ കാണാൻ കഴിയും. And if you read, this is what you കാക്ക രാവിലെയും വൈകിട്ടുമാണ് വരുന്നത്. They came in the morning and in the evening. ഒരിക്കലും അത് ഉച്ചയ്ക്ക് ഭക്ഷണം കൊണ്ട് വരികയില്ല. It didn't came with food in the lunch. രാവിലെയും വൈകിട്ടും അത് കറക്റ്റ് വരും. It comes in the morning and evening correctly. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ after a few days, ഇത് പുള്ളിക്ക് അങ്ങ് യൂസ് ആയി. and he became used to it. ഉച്ചയ്ക്ക് പുള്ളിക്ക് പിന്നെ ഒന്നും വേണ്ട. And he's not hungry. രാവിലെയും വൈകിട്ടും കഴിച്ച് ശീലമായി. And he is used to eating in morning and evening. ഇനിയിപ്പോ ഉച്ചയ്ക്ക് പുള്ളിക്ക് ഒരു മട്ടൻ ബിരിയാണി കൊണ്ട് കൊടുത്താലും പുള്ളി കഴിയാൻ പറ്റില്ല. Doesn't matter what you give him, he's not hungry at lunch. കാരണം എന്താണെന്ന് കഴിച്ചാൽ അങ്ങനെ യൂസ് ആയി. He's used to it. നമുക്ക് ഏലിയാവിനെ ദൈവം പരിശീലിപ്പിക്കുക. And God is training Elijah. ഞാൻ ഓർക്കുകയാണ് രാവിലെയും വൈകിട്ടും മാത്രം ദൈവം എന്താ കൊടുത്തത്? Why did God only give him in the morning? എന്തുകൊണ്ടാണ് ഉച്ചയ്ക്ക് ദൈവം കൊടുക്കാഞ്ഞ്? Why not lunch? പിന്നീട് ഒരു വെല്ലുവിളിയുടെ മുമ്പിൽ താൻ നിൽക്കേണ്ടി വന്നു. Because he had to stand in front of a challenge. ആ വെല്ലുവിളി ഇവിടെ കർമ്മേലിലായിരുന്നു. And that was in Carmel. അത് ഉച്ച സമയത്താണ് ആ വെല്ലുവിളി തന്നോട് അടുത്ത് വന്നത്. And that challenge came at about lunch. ഒരു വെല്ലുവിളി വരുന്നതിന് മുമ്പേ ദൈവം അവനെ പരിശീലിപ്പിക്കുകയാണ്. Before the challenge, God was prepping him. ആ ഉച്ച സമയത്താണ് അവൻ യാഗപീഠം പണിത് കല്ലുകൾ പണിത് ദൈവസന്നിധിയിൽ അവൻ യാഗം പണിത് അവൻ മുന്നോട്ട് വരുന്നു. And it's at that lunchtime he is building that altar and getting closer. അവൻ പ്രാർത്ഥിക്കാനായിട്ട് വരികയാണ്. And as he's coming to pray, വെല്ലുവിളിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവം അവനെ പരിശീലിപ്പിച്ചു. But when he is before the challenge, God is preparing. കാരണം അവന് നേരത്തെ ദൈവം പരിശീലനം കൊടുത്തു. Because God has trained him before. നേരത്തെ ഒരു ആലോചന കൊടുത്തു. God has told him before. കാരണം ഉച്ച സമയത്താണ് കർമ്മേലിൽ ബാലിന്റെ വ്യക്തികൾ അടുത്തു വരുന്നത്. Because it's about his lunchtime the prophets of Baal came to challenge him. ആ ദേശത്തിലെ ബാലിന്റെ വ്യക്തികൾ അടുത്തു വന്ന സമയമാണ് ഉച്ച സമയം. It's at lunchtime they came to challenge him. ഒരു ദൈവവേദ പ്രാർത്ഥനയിൽ അടുക്കുമ്പോൾ, when a child of God comes closer to God in prayer, ദൈവസന്നിധിയിൽ ഉപവാസത്തിൽ അടുക്കുമ്പോൾ, when a child of God comes closer to God in ഈ fasting, ദേശത്തിന്റെ ബാലിന്റെ ശക്തി എഴുന്നേൽക്കും. the forces of Baal will rise. എന്നാൽ അതിന്റെ നടുവിൽ നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വരുന്നവനാ ദൈവം. But amongst that God comes down. എത്ര പേർക്ക് ഇതുവരെ സന്തോഷിക്കാൻ കഴിയും? ആ കെരീത്തിൽ താമസിച്ചാലും, Even though he was living in Kerith, സാരാഭാത്തിൽ താമസിച്ചാലും, even though he came to Sarfat, ഏലിയാവിന് ആശ്രയം കുറയത്തില്ല. but his trust in God doesn't decrease. ഒറ്റയ്ക്കുള്ള വ്യക്തിയുടെ നടുവിലും ആ ദൈവാശ്രയം അവനുണ്ടായി. Even though he was amongst other lonely people, he had trust in God. എന്നാൽ കർമ്മേലിൽ വന്നപ്പോൾ ദേശത്തിന്റെ ഒരു വലിയ ശക്തി എഴുന്നേറ്റ് വരിക. But when he came to Carmel, he was posing a challenge. ഒന്നും രണ്ട് വ്യക്തികളല്ല അവനെതിരെ It's not one or two. 750 ബാലിന്റെ അശേര
പ്രവാചകന്മാരാ There's a couple of 100 prophets of Baal. എന്നാൽ അതിന്റെ നടുവിൽ അവൻ തനിയെ ഇരുന്ന ദൈവം ഒരു അത്ഭുതം ചെയ്യുക. One who is alone, God is doing a അവൻ ദൈവം miracle. നമ്മെ ഒറ്റയ്ക്ക് നിർത്തുമ്പോൾ ഓർക്കണം ഒരു വലിയ അത്ഭുതം നടക്കാൻ പോകുക. When you feel alone and you feel God is doing this, remember that He's training you. ഏലിയ അത്ഭുതങ്ങളെ ചെയ്ത വ്യക്തിയാണ്. Elijah is someone who did lots of miracles. ദൈവം നന്മകളെ കൊടുത്ത വ്യക്തിയാണ്. God is someone who God blessed with. എന്നാൽ അക്ഷേര പ്രതിഷ്ഠയുടെ മുമ്പിൽ നിൽക്കേണ്ടി വന്നു. But he had to stand in front of the 870 പേര് തനിക്കെതിരെ വന്നു. and 800 people came against him. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. And he started praying. ഏലിയാവ് ഇങ്ങനെ പറഞ്ഞു, And this is what he said. നിങ്ങളൊരു യാഗം നടത്താമോ? Start a sacrifice. അവർ വളരെ സമ്മതിച്ചു. And they said, okay. ആ യാഗത്തിന് അവർ ഒരുങ്ങി. They got prepared. രാവിലെ ഉച്ചവരെ അവർ വിളിച്ചു. They started from morning to evening. അവിടെ യാഗത്തിൽ അനക്കമില്ല. But there was no movement. ബാലിന്റെ യാഗത്തിൽ അനക്കമില്ല. There was no movement. എന്നാൽ വീണ്ടും നമുക്ക് കാണാൻ കഴിയുന്നത്, And we read. എന്നാൽ ഇവിടെ ഏലിയാവ് അടുത്തു എന്ന് പറയുകയാണ്, And Elijah says, ഞാൻ സേവിച്ചു നിൽക്കുന്ന ദൈവമാണ്. the God whom I serve. അപ്പൊ ഇത് ഏലിയാവിന് ഒരു ഉറപ്പുണ്ട്. Elijah has an assurance. ആമേൻ. ബാലിന്റെ ആമേൻ സ്തോത്ര അനുഭവമല്ല, ഞാൻ വർഷങ്ങളായി സേവിച്ചു വരുന്ന ദൈവം. It's not the experience of Baal, but the God in whom I serve. അതാണ് ഒന്നാം അധ്യായത്തിൽ തന്നെ ഏലിയാവ് പറയുന്നുണ്ട്. And he says that in chapter ഞാൻ 1. സേവിച്ചു നിൽക്കുന്ന യഹോവയാണ്. The God in whom I serve. വർഷങ്ങളായി ദൈവത്തെ സേവിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, These people who serve God. ദൈവത്തിന്റെ ചുവടുകളിൽ തന്നെ ആയിരിക്കുന്ന ദൈവപൈതലേ, God, people who are close to ഈ you. ദേശത്തിന്റെ ശക്തി എത്ര വന്നാലും അതിന്റെ നടുവിൽ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി It വരും. doesn't matter what forces come against you, God will always come in your അവൻ midst. പറയാണ്, ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണെന്ന് പറഞ്ഞ് അവൻ ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. And he says that the God in whom I trust, and he's assured. അവൻ ബാലിന്റെ ആമേൻ സ്തോത്രം ദൈവത്തിന്റെ ബലഹീനതകളോട് പറയുന്നുണ്ട്. And he says the weaknesses of Baal. യഹോവയുടെ ദൈവത്തിന്റെ ശ്രേഷ്ഠതയും പറയുന്നു. And he says the strengths of Christ. ഒന്നാമതോടെ പറയുന്നത് എങ്ങനെയാണ്? And this is what he says. നിങ്ങളുടെ ദൈവത്തോട് നിങ്ങൾ ഉറക്ക പറയാൻ പറഞ്ഞു. He says, maybe shout out to your God. നിങ്ങളുടെ ദൈവത്തിൽ ഒരുപക്ഷെ കേൾക്കത്തില്ലായിരിക്കും. Maybe your God doesn't hear you. നിങ്ങൾ ഉറക്ക സംസാരിക്കാൻ You പറഞ്ഞു. shout a bit louder. എന്നാൽ ഉറക്ക സംസാരിച്ചിട്ടും അവരുടെ ദൈവം അനങ്ങിയില്ല. But their God did not hear them, even though how much they shouted. ഏലിയാവ് അങ്ങനെയല്ല പ്രാർത്ഥിച്ചത്. That's not how Elijah ഒരു prayed. ദൈവത്തിന്റെ പൈതലിന്റെ ഞരക്കത്തിന്റെ ഒച്ച പോലും ദൈവം കേൾക്കുന്ന ദൈവം. God hears the small whispers of Elijah. ദൈവമാക്കളൊന്ന് ഞരങ്ങിയാൽ മതി, അത് അവിടെ അത്ഭുതമായിട്ട് മാറും. Even though you struggle, God hears your struggles. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് വിശ്വാസമുണ്ട്? How many of you believe? ചില സമയങ്ങൾ ചില മണിക്കൂറിൽ ഒന്ന് ഞരങ്ങിയാൽ മതി, അപ്പം മറുപടി ദൈവം തരുന്നത്. You pray and struggle for a while, and God will bring the result. കൂടുതൽ പ്രാർത്ഥിക്കേണ്ട ഒറ്റ ഞരക്കമോടെ വീടാ മതി. You may not have to pray for a while. 24 മണിക്കൂറാണ് ദൈവം മറുപടി എന്ന വിഷയങ്ങൾ എന്റെ മുൻപിലുണ്ട്. I have experiences of God answering the prayer. പാലിന് കേൾക്കാതിരിക്കുമ്പോൾ എത്ര നിലവിളിച്ചാലും കേട്ടില്ലെങ്കിലും ദൈവമക്കളുടെ ഞരക്കം കേൾക്കുന്ന ദൈവം. God doesn't hear, but God hears. ദൈവമക്കളുടെ നാവിൽ നിന്നൊരു ഞരക്കം എന്ന് ഉയരണം. If there is a struggle that you say, സ്തോത്രയാഗമാകുന്ന സുഗന്ധം. if you praise and worship, എത്രമായിട്ട് ധൈര്യമായിട്ട് പറയാൻ കഴിയും? how many of you can say, സ്തോത്രയാഗമാകുന്ന സുഗന്ധം praise and worship, ശുദ്ധരുടെ അധരങ്ങളിൽ നിന്ന് as it comes out അത് of this, സങ്കീർത്തനങ്ങളായിട്ട്, as it comes out അത് of songs, പ്രാർത്ഥനകളായിട്ട്, അത് ആരാധനകളായി ഇതുപോലെ ഉയരട്ടെ. let it praise us worship, ബാലിന്റെ ശക്തി തകരട്ടെ. the forces of ഇവിടെ God, ആരാധന വെളിപ്പെടുമ്പോൾ ബാലിന്റെ ശക്തികൾ എഴുന്നേറ്റ് വരും. when worship rises up, the forces of God, അതിന്റെ നടുവിൽ ഏലിയാവിനെ ഒറ്റയ്ക്ക് നിർത്തിയ ദൈവമാണ്. God is with Elijah. ദൈവത്തിന് ദൈവത്തിനെ കുറിച്ച് പദ്ധതിയുണ്ടെങ്കിൽ നിന്നെ നിർത്തിയെടുക്കുന്ന ദൈവം. If God is a plan for you, God will make sure you stand still. ഏലിയാവ് അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. And this is what Elijah ഈ said. ഏലിയാവ് സ്റ്റാൻഡ് ചെയ്യുന്നത് ആരെയാണ്? Who is പുള്ളി ഒരിക്കലും Elijah? പുള്ളിയല്ല സ്റ്റാൻഡ് ചെയ്തത്. He's not standing, ഞാൻ സേവിച്ച് നിൽക്കുന്ന ദൈവം. but he's standing with the God എത്ര who he പേർക്ക് serves. ധൈര്യമായിട്ട് പറയാൻ കഴിയും? നീ പ്രാർത്ഥിക്കുന്ന ദൈവത്തെ ഒന്ന് സ്റ്റാൻഡ് ചെയ്യുമെന്ന് പറഞ്ഞാട്ടെ. Can you stand still? നീ ആരാധിക്കുന്ന ദൈവത്തെ ഒന്ന് സ്റ്റാൻഡ് ചെയ്യുമെന്ന് പറഞ്ഞാട്ടെ. How many of you can stand still? ഞാൻ അവന്റെ സന്നിധിയിൽ സേവിച്ച് നിൽക്കുകയാണ്. I serve him. ഞാൻ അവൻ പറഞ്ഞതുപോലെ പോർവിട്ട് സേവിച്ച് നിൽക്കുക. I serve him as he ഞാൻ commanded. ഉപവാസത്തിൽ സേവിച്ച് നിൽക്കുക. I fasted as he commanded. ആരാധനയിൽ സേവിച്ച് നിൽക്കുക. എന്റെ വിഷയത്തിന് ദൈവം മറുപടി തരിക തന്നെ ചെയ്യും. God will bring a result. ഉറപ്പുള്ള വിശ്വാസക്കാരൻ ആരാധിക്കാം. How many of you have that? സേവിച്ച് നിൽക്കുന്ന ദൈവമാണ്. It's the one who will serve. ഏലിയാവിനെ വെല്ലുവിളിക്കുക. Elijah is challenging ആ God. ഭാര്യയെ വെല്ലുവിളിക്കുക. Challenging God. ആ ഭാര്യയെ വെല്ലുവിളിക്കുക. സാത്താനാണ് നമുക്ക് വെല്ലുവിളിയുള്ളത്. And we have a challenge against Satan. വെല്ലുവിളിച്ചിട്ട് പറയാണ് അവൻ ദൈവത്തിന്റെ സ്തോത്രം. അവൻ ചിലർ അവൻ പറയണം അവൻ ധ്യാനിക്കുകയായിരിക്കും എന്ന് പറയും. And Elijah said maybe he's meditating. അവർ പറയാം ഭാര്യ ധ്യാനിക്കുകയായിരിക്കും. Maybe Baal is busy and meditating. അവൻ ദൈവത്തിന്റെ സ്തോത്രം. ദൈവമക്കളെ പ്രാർത്ഥിക്കുമ്പോഴേ ദൈവം കേൾക്കുന്ന ദൈവമാണ്. But our God, ഏലിയാവ് അവരോട് പറയുന്നൊരു കാര്യമുണ്ട്. and this is what Elijah says later on. അവൻ പുറത്തു പോയിരിക്കുകയായിരിക്കും. Maybe he's gone outside. ഇതൊക്കെ ഞാൻ വിശുദ്ധ ബൈബിളിലെ വാക്യങ്ങളാണ് പറയുന്നത്. And these are in the words of God. എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇപ്പൊ സ്വീകരിക്കാൻ അവർ ഓഫീസിലില്ല. Because he said, by reference of Baal is not there to receive your prayers. 870 പ്രവാചകന്മാർ നിൽക്കുമ്പോൾ അവർ ഓഫീസിൽ ഇപ്പൊ ഇല്ലെന്നാ It's പറയുന്നത്. not one or two people who the prophets of
Baal, but 800 people and Baal is not there. പിന്നീട് ഏലിയാ പറയും അവൻ യാത്രയിലായിരിക്കും. Maybe Elijah says, oh, well, he's traveling. എന്നാൽ നാമിൽ ഏലിയാവ് അനേക കാര്യങ്ങൾ പറയുകയാണ്. But Elijah taunts them a bit. എന്നാൽ നമ്മുടെ ദൈവം അങ്ങനെയുള്ള ദൈവമാണ്. But our God is not like that. എല്ലായിടത്തും ഉണ്ട്. He's always and everywhere. നമ്മെ നന്നായി അറിയുന്ന ദൈവമാണ്. He knows you very well. നമ്മുടെ ചലനം അറിയുന്ന He ദൈവമാണ്. knows your movements very well. He knows your thoughts very well. ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം അറിയുന്ന He ദൈവമാണ്. knows your thoughts. സർവ്വവ്യാപിയായ ദൈവമാണ്. He's an omniscient God. ഇവിടെ നമുക്ക് വീണ്ടും കാണാൻ കഴിയുന്നത് And we shall see again. ഏലിയാ പറയാണ്, And Elijah says, ഒരുപക്ഷെ അവൻ ഉറങ്ങുകയായിരിക്കും. maybe Baal is sleeping. ബാല് ഉറക്കത്തിലായിരിക്കും. Maybe he's sleeping. ദൈവമക്കൾ പ്രാർത്ഥിക്കുന്ന ദൈവം അങ്ങനെ ഉറങ്ങുന്ന ദൈവം. But our God, to whom we pray, he doesn't sleep. ബാലിനാണ് കൂടെ ഉറക്കം വരുന്നത്. Only Baal sleeps. അപ്പൊ ഉറക്കം വരുന്നത് ബാലിന്റെ ശക്തിയാണ്. Only forces of Baal ഇവിടെ sleep. അങ്ങനെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ദൈവത്തെ I സ്തുതിക്കുകയാണ്. thank the Lord for no one sleeping here today. നല്ല ദൂത് വരുമ്പോൾ ഉറങ്ങുന്നവർ. There are people who sleep. അപ്പൊ മനസ്സിലാക്കിക്കുന്നത് ബാലിന്റെ ശക്തിയാണ്. You see someone, you know ഞാൻ someone. ആത്മമണ്ഡലത്തിലാണ് കുറെ കാര്യങ്ങൾ പറയുന്നത്. And I see it from the spirit of ബാലിനെ ഉറക്കാതിരിക്കാൻ നമുക്ക് ആത്മാവ് ശക്തി ഏറ്റെടുക്കണം. the spirituality അവൻ of ഒറ്റയ്ക്ക് Baal. ദൈവത്തിന് വേണ്ടി നിന്നു. But Elijah stood alone for God. ദൈവം അവന് വിക്ടറി കൊടുത്തു. And God made him victorious. അവൻ ഉറങ്ങുകയാണെന്ന് പറഞ്ഞു. And Elijah taunts him, saying, നമ്മളൊരു കാര്യം ഓർത്തോണം. you should remember one thing. നമ്മുടെ ദൈവം അങ്ങനെ ഉറങ്ങുന്ന ദൈവമല്ല. Our God does not sleep. സന്തോഷമുണ്ടാകും. ദൈവത്തിന് സ്തുതിക്കാൻ കഴിയും. ദൈവം അങ്ങനെ ഉറങ്ങത്തൊന്നുമില്ല. He doesn't sleep like അവൻ God. ഒരിക്കലും ഉറങ്ങത്തില്ല. അവൻ മയങ്ങുകയില്ല. പറഞ്ഞാൽ അവൻ ഉറങ്ങുകയില്ല. അവൻ മയങ്ങുകയില്ല. നീ എപ്പോ വിളിച്ചാലും അവൻ ഉണർന്നിരിക്കുക. ഇസ്രായേലിന്റെ പരിപാലൻ ഉറങ്ങുകയില്ല, മയങ്ങുകയില്ല. ഉറക്കം തൂങ്ങുന്ന ദൈവമല്ല. പാതിരാത്രിക്ക് വിളിച്ചാൽ അവന്റെ അടുത്തിരിക്കുക. And he comes close. വ്യവസ്ഥക്കാരാണ് പ്രാർത്ഥിച്ചു. And he's praying according to the അവിടെ Lord. തീ ഇറങ്ങി. And the fire came down. അന്ധകാര ശക്തി ഒതുങ്ങി. The forces of Baal disappeared. 480 ബാലിന്റെ പ്രവാചകന്മാർ തകർന്നു. The 480 of them, they disappeared. ഏലിയാവ് അതിൽ പ്രശംസ എടുത്തില്ല. And Elijah didn't. ഏലിയാവ് എന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. This is what Elijah says. അതാണ് എന്നെ വളരെ ചലിപ്പാമെന്ന് ചിന്തിപ്പിച്ചത്. And it shook me to the core. ദൈവത്തിങ്കിലേക്ക് ജനത്തെ തിരിച്ചു. And he turned the people from Baal to God. ദൈവത്തിങ്കിലേക്ക് ജനത്തെ തിരിക്കട്ടെ. Our prayers turned നമ്മുടെ people to God. ആരാധന ദൈവത്തിങ്കിലേക്ക് ജനത്തെ തിരിക്കട്ടെ. Our worship turned people to God. നമ്മുടെ ആരാധന വിശുദ്ധിയിലേക്ക് ജനത്തെ തിരിക്കട്ടെ. Our worship turns us to the holy God. ദൈവത്തിലേക്ക് ജനത്തെ തിരിക്കട്ടെ. Let us turn us to grace. Let our prayers turn us to grace. ഒറ്റപ്പെട്ട ഒരു പ്രാർത്ഥന ജനം മുഴുവൻ ദൈവത്തിലേക്ക് തിരിക്കും. That lonely prayer that turned everyone to God. നിന്നെ ഒറ്റയ്ക്ക് നിർത്തുന്ന ദൈവത്തിന് ഉദ്ദേശമുണ്ട്. There is a reason why God made you ഈ stand alone. വെല്ലുവിളിയിൽ അതിജീവിക്കാൻ വേണ്ടി To understand the competition. ദൈവം നിന്നെ ഈ ദിവസത്തെ പരിശീലിപ്പിക്കുക. And God is training you. ഈ ദിവസത്തിൽ ദൈവം അറിയാതല്ല ചില പ്രശ്നങ്ങൾ വന്നത്. It's not without God's knowledge something creeps up on you. ദൈവം അറിയാതല്ല ചിലതെല്ലാം വന്നത്. It's not without His knowledge that trials come upon you. ദൈവം നിനക്ക് ട്രെയിനിങ് തന്നുകൊണ്ടിരിക്കുക. Training you. വെല്ലുവിളിയുടെ മുമ്പിൽ നിനക്ക് നിൽക്കാൻ വേണ്ടിയാണ്. Stand in front of challenges. ആ ഒറ്റപ്പെടലിൽ നിലവിൽ ദൈവം കൈവിട്ടിട്ടില്ല. God didn't leave him when he was ആ alone. തീ ഇറങ്ങിയപ്പോഴേ ദൈവത്തിന് സ്തോത്രം കർമ്മേൽ മുഴുവൻ കത്തുവാനിടയായി. As the fire came down, Carmel lit up. കർമ്മേൽ ഒരു പ്രാർത്ഥനാ ജീവിതമാണ്. And Carmel shows a prayer life. മുട്ടിന്മേലുള്ള പ്രാർത്ഥനയാണ്. A prayer life in his knees. മുഴങ്കാൽമേൽ അവൻ പ്രാർത്ഥിച്ചു. On his knees he prays. പ്രാർത്ഥനയുടെ സ്ഥലമാണ് കർമ്മേല്. Carmel is a place of prayer. പ്രാർത്ഥിക്കുന്ന ദൈവത്തിലുണ്ടോ അവിടെ വലിയൊരു വിടുതലുണ്ട്. If there is a praying child of God, there is a miracle. കുടുംബത്തിൽ ഒരാളെങ്കിലും പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ അവിടെ വിടുതൽ ആരംഭിക്കുക. If there is someone in the family that prays, there is a miracle. എല്ലാവരും ഒരു കുടുംബത്തിൽ എപ്പോഴും ഒരുപോലെ ഇരിക്കണമെന്നില്ല. And everyone may not be always lit up. എന്നാൽ ഒരാളെ ദൈവം വിളക്കാക്കി വെക്കും. But someone God will ആ see. പ്രാർത്ഥന അനുഗ്രഹമായി മാറും. And that prayer will turn into a blessing. കർമ്മേലിൽ അത്ഭുതം നടന്നു. And that was a blessing in അത്ഭുതം Carmel. നടന്നു കഴിഞ്ഞിട്ട് നാളുകളായി മഴ പെയ്യാത്തടത്ത് ഒരു മഴയുടെ മുഴക്കം തുടങ്ങി. And we see signs of rain in a place that there was never rain. 3.5 വർഷമായിട്ട് മഴയില്ല. For 3 years there's no rain. ആ ദേശത്ത് മഴയില്ലാതിരിക്കുക. And there's no rain in the city. ബാല്യക്കാരോട് പറഞ്ഞ് നീ ചെന്ന് നോക്കാം. And to his servant he says to go and look. അവൻ പല പ്രാവശ്യം പോയി നോക്കി. He looked many times. ആ മെഡിറ്ററേനിയൻ സീയുടെ ഏറ്റവും ടോപ്പിലാണ് കർമ്മേലിരിക്കുന്നത്. And Mount Carmel is near the Mediterranean Sea. ആ കർമ്മേലിന്റെ മുകളിൽ നിന്ന് ബാല്യക്കാരൻ നടന്ന് കടലിന്റെ തീരത്ത് പോയി നോക്കി. The servant has to come down the mountain to the sea. വീണ്ടും തിരിച്ച് ഏലിയാവിക്കുന്നിടത്ത് മടങ്ങി വന്നു. Then he has to go back and climb the mountain. അപ്പോ മലയുടെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി വരണം. First he has to come down the mountain. തിരിച്ച് കയറി പോകണം. He has to climb back up the അവന്റെ mountain. കാലുകൾ കഴിക്കുന്നുണ്ട്. His legs may be shaking. കൈകാലുകൾ പിഴയുന്നുണ്ട്. He's very tired. ഒരു പ്രാവശ്യമല്ല കേട്ടത്. It's not once. 2 പ്രാവശ്യമല്ല It's not കേട്ടത്. twice he did ആ this. പല പ്രാവശ്യം ചെല്ലുമ്പോൾ ദൂത് കേട്ടോണ്ടിരിക്കുക. And he's always hearing what ഒരു Elijah ദൂത് says. കേൾക്കുമ്പോഴേ ക്ഷീണിക്കുന്നവരുണ്ട്. There are people who get tired when they hear അങ്ങനെ the voice. ആരുമില്ലാത്തതോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുക. I thank the Lord we don't have
of people like that. ഇതേ ബാല്യക്കാരോട് പറയാൻ ഈ വീട്ടിൽ ചെന്ന് നോക്കാൻ And പറഞ്ഞു. Elijah says, again to the servant, go and look. അപ്പോൾ ഞാൻ രണ്ടാം പ്രാവശ്യം പോയിട്ട് ഒന്നും He കണ്ടില്ല. said, I just went twice, I didn't see him. അവൻ പറഞ്ഞു "നീ മൂന്നാം പ്രാവശ്യം ചെല്ലാൻ And പറഞ്ഞു. Elijah says, go a third time. ഏലിയാ വീട്ടുപോലെ അയച്ചു. And Elijah sends him again. മലയുടെ കർമ്മേലിന്റെ മുകളിൽ നിന്ന് വെടിക്കുന്നേ കടലിന്റെ താഴ്വരയിലേക്ക് ഇറങ്ങി From the വരിക. top of mountains to the Mediterranean Sea. പോയും വന്നും അവൻ ക്ഷീണിച്ചിരിക്കുക. He's tired going up and down, up and down. അല്ലയോ യജമാനനെ ഞാൻ ഒന്നും കാണുന്നില്ലെന്നാ പറയുന്നത്. He says, ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരിക. but God's miracle is coming in that midst. ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരിക. God's miracle is coming in that midst. അവൻ പറയുന്ന 6 പ്രാവശ്യം പറയുന്ന ഒന്നുമില്ലെന്നാ And പറയുന്നത്. he says 6 times there is nothing. പ്രാർത്ഥിച്ച വിഷയത്തിൽ ഒന്നുമില്ലെന്ന് മറുപടി ഇല്ലെങ്കിൽ If there is no answer, അതിന് നടുവിൽ ഒരു ദൈവപ്രവൃത്തി നടക്കാം. there is going to be an answer soon. ഏലിയ ഒരുപക്ഷെ എന്റെ ചിന്തയാണ്. And this is what I think. ഈ ബാല്യക്കാരൻ കുറെ നാളായിട്ടുണ്ട്. The servant is there with ഈ you. ബാല്യക്കാരനോട് പറഞ്ഞു കാണും, To the servant he might have said, ഞാൻ കുറെ നാള് സരാപത്തിലായിരുന്നു. I was there for a while in Sarafat. അവിടെ ഞാൻ ഈ മറുപടി ഒത്തിരി കേട്ടതാണ്. And I had the same result as yours. ആ സഹോദരി പറഞ്ഞതാണ് എന്നോട്. That's what the sister in Sarafat, the widow in Sarafat said. ബാല്യക്കാരനോട് പറയാണ്, To the servant said, കരത്തിൽ യജമാനേ ഒരുപിടി മാവല്ല. there is no much bread left. ഞാൻ ഒത്തിരി ഇല്ല എന്നുള്ള മറുപടി കേട്ടു. And I've heard many no's in my life. അനേക സന്ദർഭങ്ങളിൽ ഞാൻ കേട്ടതാണ്. And I've heard it many times. അതുകൊണ്ട് ദൈവത്തിന്റെ ശബ്ദം വീണ്ടും നിന്നോട് പറയുക. And that's why God's word says, അവിടെ ദൈവപ്രവൃത്തി നടക്കാൻ പോകും. God's work will be done. കൈപ്പത്തിയോടൊരു മേഘം There പോകും. will be a cloud the size of ഒരു a അത്ഭുതം നടന്നു. And there was a miracle. ഒറ്റപ്പെട്ട അനുഭവത്തിൽ ഒരു അത്ഭുതം In a നടന്നു. lonely place, a miracle ഇസ്രായേലിന്റെ happened. ചരിത്രത്തിലില്ലാത്തൊരു അത്ഭുതമായി. And a miracle that was for the first time in history. ഇസ്രായേലിന്റെ ചരിത്രത്തിലില്ലാത്ത അത്ഭുതമായിരുന്നു. We never had this in the history of Israel. ചരിത്രത്തിലില്ലാത്ത ചില അത്ഭുതം എന്റെ മേൽ നടക്കുന്ന എത്ര The story of the blessing could happen. ഒറ്റപ്പെടലിന്റെ നടുവിൽ ചരിത്രത്തിലില്ലാത്ത നിന്നെ കൊണ്ട് ദൈവത്തിന് ചെയ്യിക്കാൻ And you feel the Lord, there would be a historical blessing. ജനത്തെ മുഴുവൻ ദൈവത്തിലേക്ക് അവൻ തിരിച്ചു. You turn everyone to the word of ഒരു God. അത്ഭുതം നടക്കാൻ പോകുകയാണ്. And there was a blessing. എത്ര പേർ വിശ്വസിക്കുന്നവരുണ്ട്? ഒറ്റപ്പെട്ട എസ്തേറിന്റെ ജീവിതത്തിൽ അത്ഭുതം നടന്നു. When Esther, when she was alone, there was a blessing. അവൻ അഹശ്വേരോഷിന്റെ കാലത്ത് അവൾ ഒറ്റപ്പെട്ടു. When she was alone at the time of King Xerxes. എന്നാൽ ആ ചാപ്റ്റർ അവസാനിക്കുമ്പോൾ When that chapter is about to ഒരു close, സൂര്യൻ പെരുന്നാൾ കൊണ്ട് ആഘോഷിക്കുക. there is this festival, അവൻ ദൈവത്തിന്റെ സ്തോത്രം സകലം തിരിഞ്ഞു കറങ്ങാം. and everything is going the other way. ദൈവമക്കൾക്ക് ചില തിരിഞ്ഞു കറങ്ങാൻ പോകുകയാണ്. Everything's going the other direction. മോർദെഖായിയെ ദൈവം മാനിക്കാനിടയായി. And God blesses Mordecai. ആ എസ്തേറിനെ ദൈവം മാനിക്കാനിടയായി. And God blesses Esther. ഒരു വലിയ ഉത്സവം അവിടെ നടക്കാനിടയായി. There was a great festival that happened to be there. ആദ്യത്തെ ചാപ്റ്ററുകൾ ഒറ്റപ്പെട്ട അനുഭവമായിരുന്നു. The first 3 chapters is a time of loneliness in Esther. എന്നാൽ അവസാനിക്കുമ്പോൾ ഒരു വലിയ ഉത്സവമായി മാറും. The last chapter is a great festival. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, For the ones who pray. ഈ മാസങ്ങൾ കഴിയുമ്പോൾ ഒരു ഉത്സവമായി മാറട്ടെ. There will be a festival in your life if you keep praying. And God gives you confidence. രേഖകൾ അനുകൂലമായി വരുമ്പോൾ, Things change for your faith. ചില മറുപടി അനുഗ്രഹമായി വരുമ്പോൾ, Some circumstances change. പൂരിയും പെരുന്നാൾ ആഘോഷിച്ചതുപോലെ There will be a festival. ഒരു അത്ഭുതം യഹൂദന്മാരുടെ നടന്നതുപോലെ Like a festival amongst the വലിയ Jews. ദൈവപ്രവൃത്തി നടക്കാൻ പോകുന്നു. God's miracle. വളരെ സന്തോഷമുണ്ട്. സന്തോഷമുള്ള ആത്മസമയ കർത്താവെ സ്തുതിച്ചാട്ടെ. Praise and worship God for it. നാമാന്റെ മുമ്പിൽ എസ്തേറിനെ അത്ഭുതം ചെയ്ത ദൈവം. God raised up Esther. അവൻ അഹശ്വേരോഷിന്റെ രാജ്യത്ത് അത്ഭുതം ചെയ്ത ദൈവമാണ്. In the land of King Xerxes. ചില വിടുതലുകൾ ദൈവം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. God has started. ചില കുടുംബങ്ങൾക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങളെ ചെയ്തു God കഴിഞ്ഞു. has started some blessings. എത്രപേർക്കൊരു വിശ്വാസമുണ്ട്? അനുസരിക്കുന്ന അനുഭവങ്ങളെ മാറ്റാൻ പോകുക. God will change. ഒറ്റപ്പെട്ട അനുഭവങ്ങളെ മാറ്റാൻ God പോകുക. will change the loneliness. എഴുന്നേറ്റ് കർത്താവിനെ ആരാധിക്കുക. Let's stand up and worship. ഒറ്റപ്പെട്ട ചില അനുഭവങ്ങൾ മാറട്ടെ. മാനിച്ചും സേവിച്ചും പോകയിൽ ക്ഷീണമേ
ഞങ്ങളിൽ ആരംഭിക്കുന്നതിന് സ്തോത്രം. അതിനെതിരെ വ്യാപരിക്കുന്ന സകല ശക്തികളെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുന്നത്. ചില കണ്ടപ്പെട്ട ജീവിതങ്ങൾ വിടുവിക്കുന്നതിന് സ്തോത്രം. ചിലർ വന്ന് വിടുതൽ പ്രാപിക്കുന്നതിന് സ്തോത്രം. ഇന്ന് മുതൽ ജനത്തെ അനുഗ്രഹിച്ച് അയക്കുന്ന സാക്ഷി ചെല്ല ദൈവമക്കൾക്കായിട്ട് സ്തോത്രം. നാട്ടിൽ കർത്താവെ ഓപ്പറേഷൻ നടക്കുന്ന ആ പിതാവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ സഭയെ ദൈവമക്കളായി പ്രാർത്ഥിക്കുമ്പോൾ നാട്ടിൽ ചെല്ലുമ്പോൾ വിടുതലായി സ്തോത്രം. കർത്താവിന്റെ വിടുതലായി സ്തോത്രം ചെയ്യുക. അവൻ ഇന്ന് പൂർണ്ണ വിടുതലായി സ്തോത്രം ചെയ്യുക. ഭീതിയിൽ നിന്ന് ദൈവം മാറ്റി സ്വതന്ത്രം ചെയ്താട്ട ദൈവം ഭീതിയിൽ നിന്ന് ദൈവം മാറ്റി ഭീതിയിൽ ദൈവം വിടുവിച്ചു. ദൈവത്തെ ആരാധിച്ചു. പ്രാർത്ഥിക്കുന്നു. വൈദ്യുതി വിടുതലായി സഹോദരിക്കായി പ്രാർത്ഥിക്കണം. ദൈവാലോചനയ്ക്കായി സ്തോത്രം. പ്രിയപ്പെട്ടവർക്ക് ദൈവം കൊടുത്ത വിടുതലായി സ്തോത്രം. ജീവനായി പ്രാർത്ഥിക്കുന്നു. ദൈവം കൊടുത്ത സൗഖ്യത്തിനായി സ്തോത്രം ചെയ്താൽ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ്. കടന്നു എല്ലാ ബ്രദേഴ്സിനായി സിസ്റ്റേഴ്സിനായി പ്രാർത്ഥിക്കുന്നു. വിശേഷാകാലത്തെ ദിവസങ്ങളിൽ യാത്രയാകുന്ന പ്രിയപ്പെട്ടവരെല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ആമേൻ. എല്ലാ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കാം. എല്ലാവരുടെ കുടുംബത്തിനായി പ്രാർത്ഥിക്കാം. ആമേൻ. എല്ലാ ബേസിസിനായി പ്രാർത്ഥിക്കാം. കുടുംബത്തിനായി പ്രാർത്ഥിക്കാം. ദിവസങ്ങളിൽ യാത്രയാകുന്നവർ യേശുവിന്റെ നാമത്തിൽ ദൈവസാന്നിധ്യം പോയി പാടിയാക്കണം. ഏൽപ്പിക്കുന്ന കർത്താവെ അവരെ ഇന്ത്യയിലായിരിക്കുമ്പോൾ ദൈവസാന്നിധ്യം അനുഭവിപ്പാണ്ടിയാണ്. കടന്നു എല്ലാവരുടെ പേര് ദൈവം മടക്കി യാത്ര തിരുസാന്നിധ്യം ഉണ്ടായിരിക്കും. കടന്നു എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം. വിട്ടുപോയ നിന്റെ വിഷയങ്ങളുടെ ഏറ്റെടുത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ ബലത്തോടെ ഞങ്ങളെ അയക്കും. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തിനായ യേശുവിന്റെ കൂട്ടായ്മയും പരിശുദ്ധാത്മാവിന്റെ കാവലും കടന്നു ജനത്തിന് പേരില്ല പ്രിയപ്പെട്ടവരുടെ പേരും കർത്താവിന്റെ ഒരു നയിക്കുമാറാകട്ടെ.